എനിക്ക് ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നിയാലോ ബോറടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂഡ് ശരിയില്ല, ആ മൂഡ് മാറണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇതിപ്പം തുടങ്ങിയ ശീലമൊന്നുമല്ല കേട്ടോ, വിവരം വെച്ച പ്രായം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. അമ്മ അങ്ങനെയാണ്. അമ്മ അങ്ങനെ ആയതുകൊണ്ട് അത് കണ്ടു വളർന്നതിൻ്റെ ആവാം നമ്മളിങ്ങനെ. ഇവിടെ വീട്ടിൽ വരുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവർ ഓരോ ടൈം വരുമ്പോൾ ഈ റൂം ഓരോ പോലെ ആയിരിക്കും. ഞാൻ അങ്ങോട്ടും മാറ്റി ഇങ്ങോട്ടും മാറ്റി ഇടയ്ക്കിടയ്ക്ക് എല്ലാം മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ റൂം ഒരു കുഞ്ഞു റൂമാണ്, അപ്പം എനിക്ക് അധികം മാറ്റി കളിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ സ്പേസ് അങ്ങ് പോകും. എൻ്റെ റൂമിലാണ് എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വരുമ്പോൾ ചില്ല് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സ്പേസ് വയ്ക്കും വേണം. ഇപ്പോൾ സെൻറ്ററിൽ കട്ടിലിടാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് നിലത്തിരിക്കാനും അല്ലാതെ അങ്ങോട്ടും ഓടി നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. ഞാനൊരു ഉച്ചയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയെല്ലാം വാങ്ങിച്ച പ്രൊഡക്ട്സ് എല്ലാം അൺപാക്ക് ചെയ്യാനും പിന്നെ എനിക്ക് ആ ഹാങ് ചെയ്യുന്ന സാധനത്തിൽ വെക്കാനുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട്. എനിക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരാളെ ഹെൽപ്പും കൂടി വേണമായിരുന്നു. എന്താ വെച്ചാൽ വോളിൽ സ്റ്റിക്ക് ചെയ്യുന്ന സാധനമൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. കണക്കുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എനിക്ക് വേണമായിരുന്നു. ഒന്നും എത്രയാ ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ കൈയും കാലും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളാണ്. എല്ലാം തീർത്ത് ഫ്രഷായി ചന്ദനത്തിരിയും കാൻഡിലൊക്കെ കത്തിച്ചപ്പം മനസ്സിനൊരു സമാധാനം കിട്ടി.